പാർക്ക പാലയൂർ പള്ളിയിലെ പോലീസിന്റെ ഗുണ്ടാവിസം, അതായത് പോലീസ് ഏമാന്റെ ധിക്കാരം. കേന്ദ്ര സഹമന്ത്രി പോലും ഫോൺ വിളിച്ചിട്ട് അത് എടുക്കാതെ പള്ളിയിലെ കരോൾ തടഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച പോലീസ് ഏമാന്റെ തൊപ്പി തെറിക്കും സുരേഷ് ഗോപി ഇടപെടുകയാണ്. എന്താണ് കൂടുതൽ കാര്യങ്ങൾ? അതായത് പള്ളിയിൽ ക്രിസ്മസ് കരോളുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്താൻ തീരുമാനിക്കുന്നു. അവിടെ ആളുകളെല്ലാം എത്തിച്ചേരുന്നു. അങ്ങനെ ആളുകളെല്ലാം എത്തിച്ചേർന്ന ശേഷം അവിടെ സിറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് എത്തിയ പള്ളിയാണ്, അത് മനസ്സിലാക്കണം. അവിടെ വലിയൊരു പരിപാടിയാണ് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ക്രിസ്മസിൻ്റെ ആ ഓർമ്മ പുതുക്കിക്കൊണ്ട് ലോകമാകെ ആളുകൾ ഈ ക്രിസ്മസ് യേശുദേവൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പള്ളികളിലൊക്കെ ഈ പള്ളി കോമ്പൗണ്ട് തന്നെയുണ്ട്. പള്ളിക്ക് അതൊരു സ്വകാര്യ സ്ഥലമാണ് പള്ളി കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അതിനകത്താണ് പരിപാടി നടക്കുന്നത്. പള്ളിക്കകത്തും പള്ളി കോമ്പൗണ്ടിനകത്തും പരിപാടി നടക്കുന്നത്. അല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങി അവർ പൊതുസ്ഥലത്ത് കൊണ്ടുപോയി അവരൊന്നും വെച്ചിട്ടില്ല. അവരുടെ സ്വകാര്യ സ്ഥലത്ത് അവർ ഒരു പരിപാടി നടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ പരിപാടി നടത്തുമ്പോൾ ഇവിടെ ചാവക്കാട് SI പോവുകയാണ്. ചാവക്കാട് SI കയറിയിട്ട് നിങ്ങൾക്കിവിടെ സൗണ്ട് ഉപയോഗിക്കാൻ അനുമതിയില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ സൗണ്ട് ഉപയോഗിക്കാൻ അനുമതിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവർ പറയുന്നു, ഇത് ഇവിടെ ഞങ്ങളുടെ സ്ഥലത്താണ് ചെയ്യുന്നത്, വളരെ കുറഞ്ഞ സൗണ്ടിലേ ചെയ്യുന്നുള്ളൂ, ഇത് ഇങ്ങനെ തടയരുത് എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ നക്ഷത്രം എണ്ണിക്കുമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. നക്ഷത്രം അവിടെ തൂക്കിയ നക്ഷത്രങ്ങളൊക്കെ അഴിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെ അവരോട് സംസാരിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. തട്ടിക്കയറി അതിഭയങ്കരമായി ചൂടായി, തട്ടിക്കയറി മോശമായി പെരുമാറി, ഒരു എന്താണ് പ്രധാനപ്പെട്ട ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷം നടക്കുമ്പോൾ അവരോട് തട്ടിക്കയറുന്ന പോലീസിൻ്റെ ഒരു നയമുണ്ട്. ഇത് തന്നെയാണ് തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് തിരുവമ്പാടി ദേവസ്വത്തിനോടും അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വം അത്തരം ആളുകളോടെല്ലാം പോലീസ് അന്ന് ചെയ്തതും ഇതേ ഒരു നിലപാടാണ്. ഇത് ആർക്ക് വേണ്ടിയാണ് ഇവരിത് ചെയ്തത് എന്നാണ് അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബി ജെ പി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് അതിനെ മാറ്റിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം MR അജിത് കുമാർ കൊടുത്ത റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ MR അജിത് കുമാർ RSSന് വേണ്ടി പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ മഹാന്മാരൊക്കെ മിണ്ടാതിരിക്കുക. സുനിൽകുമാർ ഉൾപ്പെടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ മാധ്യമ ശിങ്കിടികൾ ഉൾപ്പെടെ എല്ലാവരും മിണ്ടാതിരിക്കുന്നുണ്ട്. കാരണം MR അജിത് കുമാർ കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നറിയോ? റിപ്പോർട്ട് കൊടുത്തത് പാറമേക്കാവ് ദേവസ്വമാണ് ഈ പറയുന്ന തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് BJP നേതാക്കന്മാർ പോയി പൂരം നടത്തണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അവരുമായി യോഗം ചേർന്ന് വെടിക്കെട്ട് നടത്താൻ ഇവർ തീരുമാനിച്ചു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലൊരു നിലപാടെടുത്തത് എന്ന് പറഞ്ഞ റിപ്പോർട്ട് MR അജിത് കുമാർ കൊടുത്തിരിക്കുന്നത്. ആരെ സഹായിക്കാനാ? CPM-നെ സഹായിക്കാനാണോ കോൺഗ്രസിനെ സഹായിക്കാനാണോ എന്നാണോ റിപ്പോർട്ട്? അല്ല, BJP-യെ സഹായിക്കാനാണെന്ന് പരോക്ഷമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് MR അജിത് കുമാർ. അതോടുകൂടി ഇവരുടെ കള്ളങ്ങളെല്ലാം പൊളിയാണ്. ഇപ്പൊ ആ റിപ്പോർട്ട് ആരും ചർച്ചയേ ചെയ്യുന്നില്ല. MR അജിത് കുമാറിനെ ആർക്കും RSS ആക്കണ്ടേ? എവിടെ പോയി? അദ്ദേഹം RSSകാരെ കാണാൻ പോയി എന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹം RSSകാരെ കാണാൻ പോയത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ ആവശ്യവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണം വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന മെഡൽ അദ്ദേഹത്തിന്, രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ആ മെഡലിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സ്വകാര്യ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഇവിടെ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെ പോലെ പെരുമാറിയിരുന്ന MR അജിത് കുമാർ ഇവിടെ BJP-ക്കാർക്ക് വേണ്ടി ഇത്തരത്തിലൊരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് പോലും BJP-ക്കെതിരാണ്. മനസ്സിലാക്കട്ടെ. എന്നിട്ട് ഇപ്പൊ MR അജിത് കുമാറിനെ തിരിച്ചെടുക്കാനും DGP ആക്കാനും തീരുമാനിച്ചില്ലേ ഈ BJP-യെ സഹായിച്ച ആളുകളെ, MR അജിത് കുമാറിനെ? അതേപോലെ സംഭവമാണ് ഇവിടെ സംഭവിച്ചത്. ചാവക്കാട് SI അങ്ങയുടെ ധൈര്യത്തിലാണ് ഒരു പള്ളിയിൽ പോയി അവിടെ അവരോട് മോശമായി പെരുമാറുന്നു, ആ നക്ഷത്രം എണ്ണിക്കൂ എന്ന് പറഞ്ഞു, നക്ഷത്രം അയച്ചു മാറ്റേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ സത്യമാണെങ്കിൽ ഗുരുതരമായ തെറ്റാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ പള്ളിയിലെ ആളുകളെല്ലാം കൂടി വികാരിയും അവിടുത്തെ വിശ്വാസികളും അവിടുത്തെ പൗരപ്രമുഖരും എല്ലാം ചേർന്നുകൊണ്ട് SIയോട് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ഇങ്ങനെ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതായപ്പോൾ അവർ സുരേഷ് ഗോപിയെ വിളിച്ചു. സുരേഷ് ഗോപി പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹം ഉടനെ തന്നെ SIയെ അവിടുത്തെ വികാരിയുടെ ഫോണിൽ വിളിച്ചിട്ട് SIയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി പറഞ്ഞു. പക്ഷെ ഇത് വാങ്ങാൻ ഒരു MP-യുടെ ഒരു മന്ത്രിയുടെ ഫോൺ വാങ്ങാൻ SI തയ്യാറായില്ല. ആലോചിക്കണം, മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കേണ്ടതാണ് കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ. ആ കേന്ദ്രമന്ത്രി പറഞ്ഞിട്ട് കേൾക്കാൻ തയ്യാറാവാത്ത SI അവിടെ വെച്ചുകൊണ്ടിരിക്കാവോ? അത് BJP-യോ കോൺഗ്രസോ മാർക്സിസ്റ്റോ ഒന്നുള്ളതല്ല. ഒരു ഭരണഘടനാ ഭരണഘടന കൊടുത്ത ഒരു പ്രിവിലേജ് ഉള്ള സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വിളിച്ചിട്ട് ഒരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ SI വാങ്ങുന്നില്ല ഫോൺ.
അപ്പൊ അങ്ങനെ എസ് ഐ അവിടെ ചെയ്യുമ്പോൾ അത് എന്ത് ഉദ്ദേശത്തിലാണ്? ദുരുദ്ദേശത്തിലാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് എസ് ഐ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തൃശ്ശൂരിൽ പള്ളിയിൽ പോയിട്ട്, ചാവക്കാട് പള്ളിയിൽ പോയിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതായത് സുരേഷ് ഗോപിക്കും BJPക്കും എവിടെയെങ്കിലും ഒക്കെ സ്വാധീനമുണ്ടാകുന്ന സ്ഥലങ്ങൾ, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം 75,000 പകരം 1,00,000 വോട്ടിനടുത്ത് വോട്ട് വാങ്ങിയാണ് സുരേഷ് ഗോപി ജയിച്ചത്. അതിന്റെ പ്രതികാരം ഈ പറയുന്ന ക്രിസ്ത്യൻസ് BJPയോടൊപ്പം നിന്നു എന്നതിന്റെ പ്രതികാരം തീർക്കുകയാണ് പോലീസ്. അങ്ങനെ പോലീസ് പള്ളികളിൽ കയറി സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ എന്തോ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു? ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇപ്പൊ ആഭ്യന്തരം MR അജിത് കുമാർ അല്ലല്ലോ, പിന്നെ ലോ ആൻഡ് ഓർഡർ ADGP ഇരിക്കുന്നത് വേറൊരു ഒരു ഓഫീസർ അല്ലേ. അപ്പൊ ഭരിക്കുന്നത് P ശശിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെയല്ലേ. ഈ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് ഇവിടെ കയറി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരാണ് ഇതിന് മറുപടി പറയേണ്ടത്? എന്നിട്ട് അത് ചാനലുകളിൽ വന്ന് ഈ മീഡിയ വണ്ണിൽ ഉൾപ്പെടെയുള്ള പല ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്തു. അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആദ്യം ഇവർ വിചാരിച്ചത് എന്താണ്, ഈ അവിടെ എന്തോ പ്രശ്നമുണ്ടായി എന്നുള്ളതാണ്. അതാണ് അത്തരത്തിലുള്ള വാർത്ത വന്നത്. പിന്നീട് പോലീസാണ് എന്നറിഞ്ഞപ്പോൾ മാധ്യമങ്ങളെല്ലാം പതുക്കെ ഇങ്ങനെ വലിയാൻ തുടങ്ങി. അങ്ങനെ വലിയാൻ തുടങ്ങി. പിന്നീട് എസ് ഐയെ നേരിട്ട് വിളിക്കുകയാണ് ചാനലുകൾ. ഇത് വിശദീകരണം, അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇതാണ്. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, അവിടെ പോയിട്ട് സൗണ്ട് ഉപയോഗിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എസ് ഐ പറയുന്നുണ്ട്. ഇതേ വിശദീകരണം എന്തുകൊണ്ടാണ് ഈ VHPക്കാരുടെ ഇത് കേൾക്കാഞ്ഞത്? പാലക്കാട് ഒരു പ്രശ്നം നടന്നല്ലോ. പാലക്കാട് പ്രശ്നം നടന്നപ്പോൾ ഏകപക്ഷീയമായി BJPക്കാരാണ് എന്ന് പറഞ്ഞു വരുത്തുകയും VHPയുടെ പ്രവർത്തകരാണ്, മുൻ പ്രവർത്തകരാണ് BJPയുടെ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേർക്കെതിരെ ഇവർ വലിയ രീതിയിൽ പ്രചാരണം നടത്തുകയും കേസെടുക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ള അവരുടെ ഈ വാക്ക് കേൾക്കാൻ ഇവർ തയ്യാറായില്ല. SI നേരിട്ട് വിളിച്ചു ചോദിച്ചു എന്താണ് എന്നുള്ളത്. അപ്പോൾ ആരെയൊക്കെയോ സഹായിക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇത് BJPക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കാൻ, BJPയുടെ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ എന്തോ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രവർത്തനം നടന്നത്. ഞാൻ ചോദിക്കട്ടെ തന്നെയാണ്, ഒരു സംസ്ഥാനത്ത് ഒരു ആഘോഷമൊക്കെ നടക്കുമ്പോൾ എത്രയോ അധികം പള്ളികളുണ്ട്. ആ പള്ളികളിലെല്ലാം ഈ സൗണ്ട് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ചിലപ്പോൾ ആളുകൾ എടുത്തു എന്നൊന്നും വരില്ല. ഇത് വലിയ ഗാനമേള നടത്താനൊന്നും അല്ലല്ലോ. ഗാനമേളയൊക്കെ നടത്തി വലിയൊരു ആഘോഷമാക്കുന്ന പരിപാടിയൊക്കെ ആണെങ്കിലും ഒക്കെ ഇതൊരു മതവിഭാഗത്തിൻ്റെ ഒരു ആചാരപരമായ ചടങ്ങാണ്. ആ ചടങ്ങിൽ ഒരു ക്രിസ്തീയ ഗാനം വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സൗണ്ട് സിസ്റ്റമാണ്. അതും പള്ളിക്കകത്ത്, പള്ളി കോമ്പൗണ്ടിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് വലിയ രീതിയിലൊന്നും അങ്ങനെ അട്ടഹസിച്ചു കൊണ്ടുവെക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. അപ്പോൾ അതിനെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും പല കാര്യങ്ങൾക്കും കണ്ണടയ്ക്കുന്ന പോലീസ് ഇവിടെ കൃത്യമായി നിയമം നടപ്പിലാക്കാൻ വേണ്ടി കയറി. എന്നിട്ട് അവരോട് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു, ഇതാണോ നിയമം നടപ്പിലാക്കുക? അപ്പോൾ നിയമം നടപ്പിലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കയറിയ പോലീസ് ഏമാന്മാർ അവർ തന്നെ ഭീഷണിപ്പെടുത്തി നിയമം ലംഘിച്ചു എന്നാണല്ലോ പരാതി. അതെവിടുത്തെ ന്യായമാണ്? അതൊരു പ്രധാന ചോദ്യമല്ലേ. അപ്പോൾ അതിനൊന്നും ഇവർക്ക് ഉത്തരവില്ല. അപ്പോൾ സുരേഷ് ഗോപി ഇതങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇതിൽ കൃത്യമായ നടപടി എടുക്കണം. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രിവിലേജോ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബഹുമാനമോ അവർ കൊടുത്തിട്ടില്ല. ഒരു മന്ത്രി വിളിച്ച് ഫോൺ ചോദിക്കുമ്പോൾ, ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ സംസാരിക്കില്ല എന്ന് പറയാൻ ആരാണ് ഇയാൾക്ക് അധികാരം കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമല്ലേ. ആ ചോദ്യത്തിന് അയാൾ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ആ തരത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ള സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നു. ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിന് ആ പോലീസ് ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിയമമാർക്ക് നടപ്പിലാക്കാം, പക്ഷെ അതിൻ്റെ മുകളിൽ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ അതിനെ എന്ത് വില കൊടുത്ത് തടയുമെന്നും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായി വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ അധികാരം എന്താണ് എന്നുള്ളത് ഈ പോലീസുകാർ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ.